തിങ്കളാഴ്ച ദുബായിൽ ആരംഭിക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ ഭാരതം അതിഥി രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 25-ലേറെ രാഷ്ട്ര തലവന്മാർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അതിഥി രാജ്യങ്ങൾ അവരുടെ വിജയകരമായ ഭരണ മികവിനെക്കുറിച്ചും മികച്ച വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉച്ചകോടിയിൽ വിശദീകരിക്കും. ഈ മാസം 12 മുതൽ 14 വരെ ദുബായ് മദീനത്ത് ജുമേറയിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ ഇന്ത്യ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളെ അതിഥികളായി പ്രഖ്യാപിച്ചു. ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 25-ലേറെ സർക്കാർ തലവന്മാർ പങ്കെടുക്കും. നരേന്ദ്രമോദിയെ കൂടാതെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി, തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ എന്നിവർ തങ്ങളുടെ രാജ്യങ്ങളെയും ഉന്നതതല പ്രതിനിധി സംഘത്തെയും നയിക്കും. 85-ലേറെ രാജ്യാന്തര പ്രാദേശിക സംഘടനകളുടെ പ്രതിനിധികളും 120 ഗവൺമെന്റ് പ്രതിനിധികളും ഉൾപ്പെടെ ആകെ 4000 പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അതിഥി രാജ്യങ്ങൾ അവരുടെ വിജയകരമായ സർക്കാർ അനുഭവങ്ങളും മികച്ച വികസന പ്രവർത്തനങ്ങളും ഉച്ചകോടിയിൽ പ്രദർശിപ്പിക്കും. ഈ വർഷത്തെ സമ്മിറ്റ് 6 തീമുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിവിധ മേഖലകളിലെ ഭാവി തന്ത്രങ്ങളും പ്രധാന മാറ്റങ്ങളും ചർച്ചയാകുന്ന 15 ആഗോള ഫോറങ്ങൾ ഉച്ചകോടിയിൽ അരങ്ങേറും. പ്രസിഡന്റുമാരും മന്ത്രിമാരും നേതാക്കളും ഉൾപ്പെടെ 200-ലധികം പ്രമുഖ പ്രഭാഷകർ, 300-ലധികം മന്ത്രിമാർ എന്നിവർ പങ്കെടുക്കുന്ന എക്സിക്യൂട്ടീവ് സെഷനുകൾ എന്നിവയും ഇത്തവണത്തെ ഉച്ചകോടിയുടെ പ്രത്യേകതയാണ്. പ്രസിഡന്റുമാരും മന്ത്രിമാരും ചിന്തകരും ഉൾപ്പെടെ 200-ലേറെ പ്രമുഖ പ്രഭാഷകർ 23 മന്ത്രിതല യോഗങ്ങളിലും 300-ലധികം മന്ത്രിമാർ പങ്കെടുക്കുന്ന എക്സിക്യൂട്ടീവ് സെഷനുകളിലും അവരുടെ സ്ഥിതി വിവരക്കണക്കുകൾ പങ്കിടും. ജനം, ദുബായ്.